ഇത് തിലകൻ, തൃശൂർ കോടാലി സ്വദേശി. കേരളത്തിൽ ചെത്തുകാർക്ക് തൊഴിലില്ലാത്ത സാഹചര്യമുണ്ടായപ്പോഴാണ് അന്നം തേടി തിലകൻ 30 വർഷം മുൻപ് മുംബൈയിലെത്തിയത്. കേരളത്തിന് സമാനമായ ഭൂപ്രകൃതിയിലുള്ള വസായിലെത്തിയതോടെ തിലകന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒപ്പമുണ്ടായിരുന്ന പലരും മറ്റു മേഖലകളിലേക്ക് മാറിയെങ്കിലും തിലകൻ പരമ്പരാഗത തൊഴിലിൽ തന്നെ തുടരുകയായിരുന്നു. 30 വർഷമായി. രാവിലെ ചെത്ത് കഴിയണു 10 മണിയാകുമ്പോൾ പിന്നെ വൈകുന്നേരം 4 മണിക്ക് കയറും. ശരിക്കും പറയുകയാണെങ്കിൽ നാട്ടിലേക്കാളും കൂടുതൽ കല്ല് കിട്ടും. നാട്ടിലേക്ക് വളരെ കല്ല് കുറവ്, അതുകൊണ്ടാണുള്ള ആൾക്കാർ അവിടെ നിർത്തിയിടുന്നത് തന്നെ. കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. അന്ന് ജോലി ഇല്ലാത്ത സമയത്ത് ചെറുപ്പത്തിലല്ലേ, അപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഈ ഫീൽഡിൽ കണ്ടുപിടിച്ച് അവിടെ നിന്നുപോയി. അവിടെ നിന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവാറില്ല ആരും. മറുനാട്ടിലെങ്കിലും കേരളത്തിലെ ചെത്തുരീതി തന്നെയാണ് ഇവിടെ പിന്തുടരുന്നത്. നാട്ടിൽ ചെളി ഉപയോഗിക്കുന്നതിനു പകരം ഇവിടെ ചെമ്പരത്തി പൂവാണ് എന്നു മാത്രം. നമ്മുടെ നാട്ടിൽ ചെളി ഉപയോഗിക്കുന്നതിന് പകരം ഇത് ചെമ്പരത്തി പൂവാണ് കേട്ടോ. കേരളത്തിലേതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ലേലത്തിനെടുത്ത തെങ്ങുകളിൽ നിന്ന് ഇവിടെ കൂടുതൽ കള്ള് ലഭിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിലന്വേഷിച്ച് മുംബൈയിലെത്തിയ മലയാളികളുടെ എണ്ണം ലക്ഷങ്ങൾ വരും. ഇവരെല്ലാം മഹാനഗരത്തിന്റെ ഭാഗമായപ്പോൾ ചെത്താൻ തെങ്ങന്വേഷിച്ചെത്തിയവർക്കും നിരാശപ്പെടേണ്ടി വന്നില്ല. കേരത്തിന്റെ നാട്ടിൽ തെങ്ങിൻ തോപ്പുകൾ അപ്രത്യക്ഷമായി കോൺക്രീറ്റ് കൂടുകൾ ഉയർന്നപ്പോഴും മഹാനഗരത്തിനടുത്തെങ്കിലും വസായിലെ ഭൂപ്രകൃതിക്ക് മാറ്റമില്ല. മരുന്നുകൾക്കായും നീര ഉൾപ്പെടെ നിർമ്മിക്കുന്നതിനും വസായിൽ നിന്നുള്ള മലയാളി ചെത്തുകാരുടെ കള്ള് ഉപയോഗിക്കുന്നു. ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മുംബൈ.